ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ACP വിളിച്ചില്ലേ? തട്ടിക്കൊണ്ടുപോയവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. ആരാണ് അവരുടെ പിറകിലെന്ന് ഗുണ്ടകൾ ഇതുവരെ പറഞ്ഞില്ലേ? ഇതുവരെ അവരെന്നെ വിളിച്ചില്ല. അതിന്റെ അർത്ഥം അവരന്വേഷിക്കുന്നില്ല എന്നൊന്നല്ല. അവരന്വേഷിക്കും, ഉത്തരവാദികളെ കണ്ടെത്തുകയും ചെയ്യും. ആ പറച്ചന് എന്താ ഒരു കടുപ്പം? അത് തനിക്ക് വെറുതെ തോന്നുന്നതാ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇതിന്റെ പുറകിൽ ആരായിരുന്നാലും അവർക്ക് മാതൃകാപരമായ ശിക്ഷ കിട്ടണം. ഹലോ സാർ. ആനന്ദ്, നിങ്ങളെ ഒരു കാര്യം ചെയ്യേ, നന്ദിനി ഒപ്പിടാനുള്ള ചെക്കുകൾ എടുത്ത് പെട്ടെന്ന് വീട്ടിലേക്ക് വാ. നന്ദിനി വീട്ടിലെത്തിയിട്ടുണ്ട്. സാർ, ഞാൻ ഓൾറെഡി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ആഹാ, ഇന്നെങ്കിലും ചെക്ക് ഒപ്പിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഓ, ഇവിടേക്ക് വന്നോണ്ടിരിക്കണോ? ഓക്കെ, അപ്പൊ വന്നോ, പെട്ടെന്ന് വന്നോ. എന്റെ വൈഫേ അവളുടെ കുടുംബത്തിലൊരു അത്യാവശ്യം ഉണ്ടായിട്ട് പോയിരിക്കായിരുന്നു. ഇപ്പൊ നന്ദിനി ഫ്രീ ആണ്, പെട്ടെന്ന് വരൂ. ശരി സാർ. അച്ഛാ, നമ്മുടെ മാനേജർ ആനന്ദ വിളിച്ച, അയാൾ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാന്ന്. നന്ദിനി ഒപ്പിട്ടാലേ ചെക്കുകൾ പാസ്സാവൂ. കണ്ട നേരം വെളുത്തു, സാർ അടുത്ത പ്രശ്നവും തുടങ്ങി. എന്ത് പ്രശ്നം? വിളിച്ചാ മോള് പോയി ഒപ്പിട്ട് കൊടുക്കണം. പത്മ മേഡത്തിന്റെ ഒപ്പിന്റെ താഴെ മോളുടെ ഒപ്പും കൂടെ ഒന്ന് പതിയട്ടെ. പത്മ മേഡത്തിനെക്കാളും ഒട്ടും കുറഞ്ഞ ആളല്ലെന്ന് മേഡം മനസ്സിലാക്കട്ടെ. ഒന്നും മിണ്ടാതിരിക്കും രാജുവേട്ടാ, എനിക്കാണെങ്കിൽ കൈയും കാലം വരച്ചിട്ട് വയ്യ. അച്ഛാ, ആനന്ദ് വന്നു. ആനന്ദ് വരൂ, ഇരിക്കൂ. സാർ ഇരിക്കൂ. താങ്ക് യു സാർ. അപ്പൊ ഇന്ന് ചെക്ക് ഒപ്പിട്ട് കിട്ടിയ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഇല്ല സാർ, ഇന്നെങ്കിലും കിട്ടണമായിരുന്നു. അതെന്താ? നന്ദിനി, 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 ചെല്ല് ചെല്ല് മോളെ. നന്ദിനി, മോളെ ചെല്ല്. നന്ദിനി എവിടെയാ? ഈശ്വര. നന്ദിനി, എന്താ നന്ദിനി ഇത്? തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കള പണിക്കൊന്നും ചെന്ന് നിൽക്കരുതെന്ന്? എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാ താൻ ചെയ്യാനുള്ളത്? കമ്പനി ചെക്കുകളിൽ ഒപ്പിടാന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ഞാൻ പറഞ്ഞിട്ടില്ലേ തന്റെ ഒപ്പിന്റെ വില എന്താണെന്ന്? എടോ,
തന്റെ ഒപ്പ് പതിയാതെ നമ്മുടെ ഒരു ചെക്ക് പോലും ഇനി മൂവ് ചെയ്യില്ല. കമ്പനി കാര്യങ്ങളിൽ മാത്രമല്ല, ഈ കുടുംബത്തിന്റെ കാര്യങ്ങൾ പോലും നടന്നു പോകണമെങ്കിൽ താൻ ഒപ്പിട്ടേ പറ്റൂ. ആനന്ദ്, ചെക്ക് എടുത്തു കൊടുക്കുക. വേണ്ട സർ. എന്ത് വേണ്ടെന്ന്? ഇടോ, തനിക്കല്ലേ സൈനിങ് പവർ? ഇവിടെ നോക്കി നിൽക്കുന്ന ഇവർക്ക് ആർക്കും ആ പവർ ഇല്ല നന്ദിനി. താനൊന്ന് ഒപ്പിടണം. ഒപ്പിട രാജുവേട്ടാ. ഒരു ചേരം എടുത്തേ. ശരി സാർ. പെട്ടെന്ന് ആ ചെക്കെടുക്ക്. ഇവിടെ ഇരിക്കുക. പെട്ടെന്ന് ഒപ്പിട്ട് കൊടുക്ക്. ഇങ്ങോട്ട് വാടോ. ഇവിടെ ഇരിക്കുക. ഒപ്പിട് നന്ദിനി, ഒപ്പിട്. ഒപ്പിട്. ഒപ്പിട് നന്ദിനി. തന്നോട് ഒപ്പിടാനല്ലേ പറഞ്ഞേ? ഒപ്പിട. ഇട്. പത്മ, എന്റെ മുമ്പിൽ വെച്ച് എന്റെ ഒപ്പിനൊപ്പം നീ ഒപ്പിടാറായോടി? പത്മ, ഇവള് ഒപ്പിടാത്തതിന്റെ പേരില് കമ്പനി കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞാലും കമ്പനിക്ക് എന്ത് നഷ്ടം ഉണ്ടായാലും എനിക്ക് ഒരു കുഴപ്പമില്ല. പത്മയ്ക്കൊപ്പം ഇവളെ പ്രതിഷ്ഠിക്കാനേ ഇവിടെ ഒരാളും മെനക്കെടണ്ട. നശിക്കട്ടെ, നശിച്ച് പോട്ടെ എല്ലാം. അച്ഛാ, നന്ദിനി തിരിച്ചു വരില്ലെന്നും ഇതിൽ ഒപ്പിടില്ലെന്നും അപ്പൊ നല്ല ധൈര്യം ഉണ്ടായിരുന്നു. അതിന്റെ അർത്ഥം നന്ദിനിയെ കൊണ്ടുപോയവരുമായിട്ട് ഈ വീടിന്റെ അകത്തുള്ളവർക്ക് ബന്ധമുണ്ടെന്നല്ലേ അച്ഛാ?